അറബികളുടെ ചരിത്രമാണ്, അല്ലെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിന്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞത്. അറബികളിൽ ശിർക്ക് വ്യാപകമായി നിലനിന്നിരുന്നുവെങ്കിലും അവർക്കിടയിൽ വിരലിലെണ്ണാവുന്ന ചില ആളുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗം പിൻപറ്റിയിരുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. വിരലിലെണ്ണാവുന്ന ചില ആളുകൾ. അതിൽ ചില ആളുകളുടെ ചരിത്രം ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം കടന്നു പോകുമ്പോൾ വറഖത്ത് ഇബ്നു നൗഫൽ, ഇങ്ങനെ ചില ആളുകളുടെ ചരിത്രം ഇൻഷാ അല്ലാഹ് അത് വഴിയെ വരുന്നതാണ്. എന്നാൽ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചു മരണപ്പെട്ട, തൗഹീദിൽ നിലകൊണ്ടിരുന്ന, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തിരുന്ന ആളുകളിൽ ഒരാളാണ് സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ. സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില റിവായത്തുകളിൽ കാണാം, ചില ഹദീസുകളിൽ കാണാം, അതിൽ ചില അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹം സയുബഅസു ഉമ്മതൻ, അദ്ദേഹം ഒരു ഉമ്മത്തായി, അദ്ദേഹം ഒരാൾ മാത്രം ഒരു സമൂഹമായി നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന് ചില റിവായത്തുകളിൽ കാണാം. സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ അദ്ദേഹത്തിന്റെ ചരിത്രം ജാഹിലിയ കാലഘട്ടത്തിൽ അറിയേണ്ട ചരിത്രങ്ങളിൽ ഒന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹത്തിന്റെ ഹദീസിൽ സയ്യിദിന്റെ ചരിത്രം കാണാം. അതിപ്രകാരമാണ്, അദ്ദേഹം മക്കയിലായിരുന്ന കാലഘട്ടത്തിൽ മക്കക്കാർ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്നതിലൊന്നും സത്യമില്ല എന്ന് തോന്നാൻ തുടങ്ങി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നത് ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും മോശമായ കാര്യങ്ങളിൽ ഒന്നാണ്. കേവല ബുദ്ധിയുള്ളയാൾക്ക് പോലും അത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അതിന് കേൾക്കുകയില്ല, കാണുകയില്ല, സംസാരിക്കുകയില്ല. ആ വിഗ്രഹത്തെ തന്നെ ഉണ്ടാക്കിയത് മനുഷ്യനാണ്. മാത്രമല്ല, മിക്ക സന്ദർഭങ്ങളിലും മുശ്രിക്കുകൾ ആരാധിക്കുന്നത് വളരെ മോശം കാര്യങ്ങളെയായിരിക്കും. പറയാൻ പറ്റാത്ത, ചിലപ്പോഴൊക്കെ പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങളെയായിരിക്കും മുശ്രിക്കുകൾ ആരാധിക്കുക. അതൊരു ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുകയാണെങ്കിൽ അതിൽ വലിയ പാഠമുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അതിൽ തന്നെയുണ്ട്. സയ്യിദ് ഇബ്നു അംർ അദ്ദേഹം സത്യം അന്വേഷിച്ചുകൊണ്ട് ഷാമിലേക്ക് യാത്ര പോയി. അങ്ങനെ ഒരു യഹൂദനായ ഒരു പുരോഹിതൻ, ആ പുരോഹിതനെ സയ്യിദ് കണ്ടുമുട്ടി. അദ്ദേഹം ചോദിച്ചു, ഇന്നി ലഅല്ലി അൻ അദീന ദീനക്കും, ഞാൻ സത്യം അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ്, നിങ്ങളുടെ ദീനിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാൽ, അഖ്ബിർനി, നിങ്ങളുടെ ദീനിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാൽ എനിക്ക് നിങ്ങളുടെ ദീനനുസരിച്ച് ജീവിക്കാവുന്നതാണ്. അപ്പോൾ ഈ പുരോഹിതൻ അയാൾ പറഞ്ഞു, ലാ തകൂനു അലാ ദീനിന ഹത്താ തഅഖുദ ബിനസീബിക മിൻ ഗളബില്ലാഹ്, ഞങ്ങളുടെ ദീൻ നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കോപം, അതിൽ നിന്നൊരു പങ്ക് ലഭിക്കാമെന്നല്ലാതെ മറ്റൊന്നും നിനക്ക് ലഭിക്കാൻ പോകുന്നില്ല. യഹൂദനായ പുരോഹിതൻ പറഞ്ഞു. അപ്പോൾ സയ്യിദ് അദ്ദേഹം പറഞ്ഞു, മാ അഫിറു ഇല്ലാ മിൻ ഗളബില്ലാഹ്, ഞാൻ ഈ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നാണ്. വലാ അഹ്മിലു മിൻ ഗളബില്ലാഹി ശൈഅൻ അബദ, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് ഒന്നും തന്നെ എനിക്ക് താങ്ങാൻ സാധിക്കുകയില്ല. വ അന്ന അസ്തതിഉ, എങ്ങനെയാണ് എനിക്കതിന് സാധിക്കുക? സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യൻ അള്ളാഹു അയാൾക്ക് ഹിദായത്ത് നൽകിയാൽ അയാളുടെ ഹൃദയം ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കും. അള്ളാഹുവിന്റെ കോപം അതെങ്ങനെയാണ് എനിക്ക് താങ്ങാൻ കഴിയുക? ആരാണ് അയാൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്തത്? ഒരാളുമില്ല. വ അന്ന അസ്തതിഉഹു, എങ്ങനെയാണ് എനിക്കത് സാധിക്കുക? ഫഹൽ തദുല്ലുനി അലാ ഗൈരിഹി, അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റേതെങ്കിലും വഴി നീ പറഞ്ഞു തരുമോ? അപ്പോൾ യഹൂദനായ ഈ പുരോഹിതൻ അയാൾ പറഞ്ഞു, മാ അഅലമുഹു ഇല്ല അൻ യകൂന ഹനീഫൻ, ഹനീഫിയത്തിന്റെ മാർഗം, ഇബ്രാഹിം നബിയുടെ മാർഗം, ആ മാർഗമാകാനാണ് കൂടുതൽ സാധ്യത. ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗം ഹനീഫിയത്തിന്റെ മാർഗമാകാനാണ് സാധ്യത. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, എന്താണ് ഹനീഫിയ എന്ന് പറഞ്ഞാൽ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗമാണത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ,
എല്ലാ ദിവസങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ വന്നതുപോലെ നമ്മെക്കൊണ്ട് അത് പറയിപ്പിക്കുന്നുണ്ട്. അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബിയുടെ മാർഗത്തിൽ ഞാൻ നേരം പുലർന്നിരിക്കുന്നു. അദ്ദേഹം ഹനീഫ. ഇത് എന്താണ് ഹനീഫ് എന്ന് പറഞ്ഞാൽ? അറബിയിൽ ഹനീഫ് എന്ന് പറഞ്ഞാൽ ഒരിത്തിരി മുടന്തുള്ളയാൾക്കാണ് ഹനീഫ് എന്ന് പറയുക. മുടന്തുള്ളയാൾക്കൊരു പ്രത്യേകതയുണ്ട്. അയാൾ എപ്പോഴും ചെരിഞ്ഞുകൊണ്ടായിരിക്കും നടക്കുക. ഒരു ഭാഗത്തേക്ക് അയാൾക്ക് ചെരിവുണ്ടായിരിക്കും. ഇബ്രാഹിം നബി ഹനീഫ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ തൗഹീദിലേക്കുള്ള ചെരിവ് കൊണ്ടാണ്. അദ്ദേഹം എപ്പോഴും തൗഹീദിലേക്ക് ചെരിഞ്ഞു നിന്നു. ഷിർക്കിന്റെ ഭാഗത്തേക്ക് അദ്ദേഹത്തിന് ഒരു ലാഞ്ചന പോലും ചെറിയാൻ കഴിയുന്നില്ല. വലതുഭാഗത്ത് കാലിന് മുടന്തുള്ളയാൾ അയാൾക്ക് ഇടതുഭാഗത്തേക്ക് ചെരിയുക എന്നത് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. അയാൾ ശ്രമിച്ചാൽ പോലും ചിലപ്പോൾ അത് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അയാൾ എപ്പോഴും വലത്തോട്ട് ചെരിഞ്ഞായിരിക്കും. ഒരു ഹനീഫ് എന്ന് പറഞ്ഞാൽ അയാൾ ഇപ്രകാരമായിരിക്കും. അയാൾ എപ്പോഴും തൗഹീദിലേക്ക് ചെരിഞ്ഞുകൊണ്ടിരിക്കുന്നവനായിരിക്കും. ഷിർക്കിന്റെ ഒരു ലാഞ്ചന പോലും അയാളുടെ ജീവിതത്തിൽ വരില്ല. അള്ളാഹു പറഞ്ഞതെല്ലാം അയാൾ അനുസരിക്കും. അയാളാണ് ഹനീഫ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏതെങ്കിലും ഒരു കൽപ്പന അള്ളാഹു പറഞ്ഞത് ഒരു നിമിഷം പോലും അദ്ദേഹം പിന്തിച്ചതായി കാണാൻ സാധിക്കില്ല. അത് തൗഹീദിന്റെ പൂർണ്ണത കാരണത്താലാണ്. ഒരു കൽപ്പന പോലുമില്ല ഇബ്രാഹിം നബി അപ്പോൾ തന്നെ നടപ്പിലാക്കാത്തത്. ഹദീസുകളിൽ കാണാം, ഇഖ്തതന ഇബ്രാഹിം നബി അലൈഹിസ്സലാം വഹുവ ഇബ്നു 80 സന. 80 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ഖിതാൻ നടത്തിയത്. ഖിതാൻ എന്ന് പറഞ്ഞാൽ ചേലാകർമ്മം. 80 വയസ്സുള്ളപ്പോൾ. പ്രായം എത്രയുണ്ട്? ആ കാലഘട്ടം എന്താണ്? ഇന്നത്തെ പോലെ ചേലാകർമ്മത്തിന് ആധുനിക സൗകര്യങ്ങളോ ഒന്നുമില്ല. ചില റിവായത്തുകളിൽ കാണാം ബിൽ ഖദൂം, മഴു കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത്. എത്ര വേദനയുണ്ടായിരിക്കും. 80 വയസ്സിൽ. അതിനെക്കുറിച്ചാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ആയത്ത് ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്ത്. ഇബ്രാഹിം നബി അള്ളാഹു ചില വാക്കുകൾ കൊണ്ട് പരീക്ഷിച്ചു എന്നത് ഈ പറഞ്ഞതിനെ കുറിച്ചാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. എന്തൊരു പരീക്ഷണമാകട്ടെ ഇബ്രാഹിം നബി അത് ചെയ്തിട്ടുണ്ട്. അതാണ് ഹനീഫ്. ഈ ഹനീഫിന്റെ മാർഗം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, മറ്റൊന്നിനെയും ആരാധിക്കാതിരിക്കുക എന്ന ഹനീഫിയ, അതാകുന്നു സത്യത്തിന്റെ വഴി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് യഹൂദർക്കും നസ്രാനികൾക്കും അറിയാമായിരുന്നു. യഹൂദരും നസ്രാനികളും ഇബ്രാഹിം നബിയെ പ്രത്യേകം ആദരിച്ചിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഖുർആനിൽ പലപ്പോഴും അള്ളാഹു പറഞ്ഞത് ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ എന്ന്. നിങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്ത് പിൻപറ്റുക എന്ന് പറയാനുള്ള കാരണങ്ങളിലൊന്ന് യഹൂദർക്കും നസ്രാനികൾക്കും ഇബ്രാഹിം നബി ആദരിക്കപ്പെട്ടവനാണ്. മക്കയിലെ മുശ്രിക്കുകൾക്കും അങ്ങനെയാണ്. ഇബ്രാഹിമിന്റെ മാർഗം ഒരിക്കലും വിഗ്രഹങ്ങളെ ആരാധിക്കലല്ലായിരുന്നു. അതെല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അതറിയാം. ഇബ്രാഹിം നബി ഒരിക്കലും വിഗ്രഹത്തെ ആരാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇബ്രാഹിം നബി അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനാണ് നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബിയേക്കാൾ തൗഹീദിൽ കണിശതയുണ്ടായിരുന്നു നമ്മുടെ റസൂലിന്. എല്ലാ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മുൻപന്തിയിലായിരുന്നു. എന്നിട്ടും ഇബ്രാഹിം നബിയെ എടുത്തു പറയാനുള്ള കാരണം ഇതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യേകം ആദരിക്കപ്പെട്ടിരുന്നു. അത് അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഹിക്മത്തുകളിൽ ഒന്നാണ്. ദഅവത്തിൽ കാണിക്കേണ്ട ശ്രദ്ധ പതിപ്പിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. അവർക്ക് പോലും ആദരണീയനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ശരി, ഇബ്രാഹിം നബിയുടെ മാർഗമാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു. അങ്ങനെ സെയ്ദ് അദ്ദേഹം ചോദിച്ചു, എന്താണ് ഈ ഹനീഫ് എന്ന് പറഞ്ഞാൽ? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്. അങ്ങനെ സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ അദ്ദേഹം ഒരു നസ്രാനിയായ പുരോഹിതന്റെ അടുക്കൽ കൂടി ചെന്നു. അയാളോട് ചോദിച്ചു, നിങ്ങളുടെ മതത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. സത്യമാണെങ്കിൽ ആ മതം എനിക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നസ്രാനിയായ പുരോഹിതൻ അയാൾ പറഞ്ഞു,
ലൻ തകൂന അലാ ദീനിനാ ഹത്താ തഅഖുദ ബിനസീബിക മിൻ ലഅനത്തില്ലാഹ്. ഞങ്ങളുടെ ദീൻ നീ സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ശാപത്തിൽ നിന്നൊരു പങ്ക് നിനക്ക് ലഭിക്കുക എന്നതല്ലാതെ മറ്റൊന്നും നിനക്ക് ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ സെയ്ദ് അദ്ദേഹം പറഞ്ഞു, മാ അഫിറു ഇല്ലാ മിൻ ലഅനത്തില്ലാഹ്, അള്ളാഹുവിന്റെ ശാപത്തിൽ നിന്നല്ലാതെ മറ്റെന്തിൽ നിന്നാണ് ഞാൻ ഓടുന്നത്. വലാ അഹ്മിലു മിൻ ലഅനത്തില്ലാഹ്, അള്ളാഹുവിന്റെ ശാപം എനിക്ക് താങ്ങാൻ കഴിയുകയില്ല. വഅന്ന അസ്തതിഉ, എനിക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ ശാപം താങ്ങാൻ സാധിക്കുക? അതുകൊണ്ട് ഫഹൽ തദുല്ലുനി അലാ ഗൈരിഹി, വേറെന്തെങ്കിലും കാര്യം നിനക്ക് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുമോ? അദ്ദേഹവും യഹൂദനായ പുരോഹിതൻ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ പറഞ്ഞു, ഹനീഫായ മാർഗമുണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. ഇത് കേട്ടപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഷാമിൽ നിന്ന് തിരിച്ച് മക്കയിലേക്ക് പുറപ്പെട്ടു. ഷാമിൽ നിന്ന് പുറത്തേക്ക് കടന്നപ്പോൾ അദ്ദേഹം കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഷ്ഹദു അന്നി അലാ മില്ലത്തി ഇബ്രാഹിം ഔ അന്നി അലാ ദീനി ഇബ്രാഹിം. അല്ലാഹുവേ, ഞാനിതാ ഇബ്രാഹിമിന്റെ മതത്തിലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് സെയ്ദ് പറയുകയുണ്ടായി. അദ്ദേഹം ഹനീഫിയാക്കളിൽപ്പെട്ടയാളാണ് എന്നറിയപ്പെട്ടയാളാണ്. സെയ്ദിന്റെ ചരിത്രത്തിൽ പറയപ്പെട്ട മറ്റൊരു കാര്യം, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നബിയാക്കപ്പെടുന്നതിന് മുൻപ് സെയ്ദിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് ഒരു സദസ്സിൽ വെച്ച്. അങ്ങനെ അവർക്ക് മുന്നിലേക്ക് ഭക്ഷണം കൊണ്ടുവന്നു. ആടിനെ അറുത്ത് അത് പാചകം ചെയ്തു കൊണ്ടുവച്ചു. അപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇന്നി ലസ്തു ആകുലു മിമ്മാ തദ്ബഹൂന അലാ അൻസാബിക്കും, നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി അറുക്കുന്ന മാംസം അത് ഞാൻ ഭക്ഷിക്കുകയില്ല. വലാ ആകുലു ഇല്ലാ മാ ദുകിറ ഇസ്മുല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ പേര് പറഞ്ഞ് അറുത്തതല്ലാതെ ഞാൻ ഭക്ഷിക്കുകയില്ല. ഈ സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാക്കപ്പെടുന്നതിന് മുൻപ് സെയ്ദ് മരണപ്പെടുകയാണ് ഉണ്ടായത്. അസ്മാ ബിൻത് അബി ബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ, ഒരിക്കൽ പറയുകയുണ്ടായി, സെയ്ദ് ഇബ്നു അമർ അദ്ദേഹം മക്കയിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഖുറൈശികൾക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് കഅബയുടെ അടുക്കൽ വെച്ച് ഉച്ചത്തിൽ വിളിച്ചു പറയുമായിരുന്നു, അശ്ശാതു ഖലഖഹല്ലാഹ്, നിങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്ന ഈ ആട് അതിനെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അശ്ശാതു ഖലഖഹല്ലാഹ്, ഈ ആട് അതിനെ പടച്ചത് അല്ലാഹുവാണ്. വഅൻസല ലഹാ മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് അതിനുവേണ്ടി വെള്ളമിറക്കി കൊടുത്തത് അല്ലാഹുവാണ്. വഅൻബത ലഹാ മിനൽ അർദ്, അതിനുവേണ്ടി ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളപ്പിച്ചു നൽകിയത് അല്ലാഹുവാണ്. സുമ്മ തദ്ബഹൂനഹാ അലാ ഗൈരി ഇസ്മില്ലാഹ്, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അത് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുക എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. മാത്രമല്ല സെയ്ദ് ഇബ്നു അമർ അദ്ദേഹം 300-ലധികം പെൺകുട്ടികൾ അവരെ അറുക്കാൻ പോയ പിതാക്കന്മാരിൽ നിന്ന് വാങ്ങിച്ച് അവരുടെ ചിലവ് നോക്കി നടത്തി പ്രായമായാൽ പിതാക്കളെ തിരിച്ചേൽപ്പിക്കുമായിരുന്നു. ആരെങ്കിലും ദാരിദ്ര്യം പേടിച്ച് മക്കളെ അറുക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അദ്ദേഹം അവിടേക്ക് ചെല്ലും. എന്നിട്ട് അദ്ദേഹം പറയും, ഞാൻ ചിലവ് ഏറ്റെടുക്കാം കുട്ടിയോട്. അങ്ങനെ ആ കുട്ടിയുമായി അദ്ദേഹം തിരിച്ചു വരും. എന്നിട്ട് ആ കുട്ടിയുടെ ചിലവെല്ലാം നോക്കി പ്രായമായി കഴിഞ്ഞാൽ ഈ കുട്ടിയുമായി തിരിച്ചു ചെല്ലും. എന്നിട്ട് പിതാവിനോട് പറയും, നിനക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ നിനക്ക് തിരിച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ വളർത്തിക്കൊണ്ട് ഞാൻ നോക്കിക്കോളാം ഇവളുടെ കാര്യങ്ങൾ. അങ്ങനെ 300-ലധികം പെൺകുട്ടികൾ അദ്ദേഹം നോക്കിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഈ ചരിത്രത്തിൽ ഇത്രയും പറഞ്ഞതിൽ തന്നെ ധാരാളക്കണക്കിന് പാഠങ്ങളുണ്ട്. ചില പാഠങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ജാഹിലിയ കാലഘട്ടത്തിന്റെ ചിത്രം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഈ കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. സുബ്ഹാനല്ലാഹ്, എല്ലാ ചേറുകളുമുള്ള സമൂഹത്തിൽ അവിടുത്തെ ശരീരത്തിൽ ഒരു ചെറിയ ചേറ് പോലും അലിഞ്ഞു ചേർന്നിരുന്നില്ല. അവിടുത്തെ സ്വഭാവത്തിൽ അതിന്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല. അർഹമുർ റഹീമീനായിരുന്നു അവിടുന്ന്.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഒഴിച്ചു നിർത്തിയാൽ ഏറ്റവും കാരുണ്യമുള്ളയാൾ അള്ളാഹുവിനെ ഒഴിച്ചു നിർത്തിയാൽ. സുബ്ഹാനല്ലാഹ്, ഏറ്റവും പരിശുദ്ധരായിരുന്നു അവിടുന്ന്. അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് ഒരിക്കൽ പോലും മദ്യം കഴിച്ചില്ല, വ്യഭിചരിച്ചില്ല, കളവ് പറഞ്ഞില്ല, മോഷ്ടിച്ചില്ല, ഹറാമായത് ഭക്ഷിച്ചില്ല, ശിർക്ക് ചെയ്തില്ല. ഏറ്റവും ശുദ്ധമായ ജീവിതം അദ്ദേഹത്തെ പോലെ തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഈ ശുദ്ധിയിൽ തന്നെ ജീവിച്ചയാളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ശിർക്ക് ചെയ്തിരുന്നില്ല, വൃത്തികേടുകൾ ചെയ്തിരുന്നില്ല. അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയപ്പെട്ടതായി കാണാം, മാ സന ഫിൽ ജാഹിലിയ്യത്തി വലാ ഫിൽ ഇസ്ലാം. ജാഹിലിയ കാലഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ചിട്ടില്ല, ഇസ്ലാമിലും വ്യഭിചരിച്ചിട്ടില്ല. ഇങ്ങനെ ചില ആളുകൾ അവിടെ ജീവിച്ചിരുന്നു. ഇന്ന് എത്ര ആളുകളാണ് അവരുടെ ഹറാമുകൾക്ക് തങ്ങളുടെ ചുറ്റുപാടുകളെ ന്യായീകരണമായി കാണിക്കുന്നത്? ചില ആളുകളോട് ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറഞ്ഞാൽ അവർ പറയും, എന്റെ ചുറ്റുപാട് ഇങ്ങനെയാണ്, എന്റെ കൂട്ടുകാരിങ്ങനെയാണ്, എന്റെ സമൂഹം ഇങ്ങനെയാണ്, എന്റെ വീട്ടുകാരിങ്ങനെയാണ്, എന്റെ ഹോസ്റ്റലിൽ ഇങ്ങനെയാണ്, എന്റെ കോളേജിൽ ഇങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ച സമൂഹമാണിത്. എന്നിട്ട് അവിടുന്ന് ഏറ്റവും പരിശുദ്ധരായിരുന്നു. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്കും ഇത് സാധിക്കാത്ത കാര്യമല്ല. ഒന്നാമത്തെ പാഠം അതാണ്. രണ്ടാമത്തെ പാഠം, ഒരു സമൂഹം അവർ നശിക്കാനുള്ള കാരണങ്ങളിൽ ഏറ്റവും വലിയ കാരണം ശിർക്കാൻ. ശിർക്കാൻ ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നത്, അള്ളാഹു അല്ലാത്തവരോടുള്ള ആരാധന. ഏതു വൃത്തികേടുകൾ സമൂഹത്തിൽ ആവർത്തിച്ച് നടമാടുമ്പോഴും നമ്മളൊക്കെ അതിനെതിരെ പ്രതികരണങ്ങൾ എഴുതും. ഇന്നയാൾക്ക് നീതി ലഭിക്കണം, ജസ്റ്റിസ് ഫോർ. അവിടെ പല പേരുകൾ മാറി മാറി വരുന്നു. യഥാർത്ഥത്തിൽ പ്രശ്നത്തിനുള്ള പരിഹാരം തൗഹീദാണ്. കുട്ടികളെ കുഴിച്ചുമൂടുന്ന സമൂഹത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് തൗഹീദാണ്. കുട്ടികളെ കുഴിച്ചുമൂടരുത് എന്നല്ല ആദ്യം പറഞ്ഞത്, മദ്യപിക്കരുത് എന്നല്ല, വ്യഭിചരിക്കരുത് എന്നല്ല, തൗഹീദാണ്. തൗഹീദാണ് പരിഹാരം. ശിർക്കാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. ചിന്തിക്കുകയാണെങ്കിൽ അത് ആർക്കും ബോധ്യപ്പെടും. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമല്ലാതെ മറ്റൊന്നും മനുഷ്യരെ വൃത്തികേടുകളിൽ നിന്ന് തടയില്ല. മറ്റൊന്നും. എത്ര വലിയ പോലീസ് സംവിധാനം ഉണ്ടായാലും, എത്ര വലിയ ഭരണ സംവിധാനം ഉണ്ടായാലും, എന്തെല്ലാം ഉണ്ടായാലും, ആ പാഠം ജാഹിലിയ കാലഘട്ടം നമുക്ക് നൽകുന്ന പാഠങ്ങളിലൊന്നാണ്. മൂന്നാമത്തെ കാര്യം, ജാഹിലിയ കാലഘട്ടം അതിൽ നിന്ന് പഠിക്കാനുള്ള പാഠങ്ങളിലൊന്ന്, ഒരു സമൂഹം അവരെ വിലയിരുത്തേണ്ടത് ആ സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അറബികൾ, അവർക്ക് ചില നല്ല സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. അവർ സത്യം പറഞ്ഞിരുന്നു, വാഗ്ദാനം പാലിച്ചിരുന്നു, അതിഥികളെ ബഹുമാനിച്ചിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നല്ല കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം അവരെ ഒരു നല്ല സമൂഹമെന്ന് വിശേഷിപ്പിച്ചില്ല. മറിച്ച് അവരെ വിശേഷിപ്പിച്ചത് ജാഹിലിയ സമൂഹമെന്ന. അള്ളാഹു പറഞ്ഞതുപോലെ, വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. നിങ്ങൾ ശത്രുക്കളായിരുന്ന കാലഘട്ടം നിങ്ങൾ ഓർക്കണം. വഅതസിമു ബിഹബ്ലില്ലാഹ് ജമീഅൻ വലാ തഫറഖൂ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ. നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നു. ഫഅൻഖദകും മിൻഹ. അള്ളാഹു നിങ്ങളെ അതിൽ നിന്ന് രക്ഷിച്ചു. നോക്കൂ, നിങ്ങൾ ആ സമൂഹത്തെ വിശേഷിപ്പിച്ചത് ജാഹിലിയ സമൂഹം എന്നാണ്. കാരണം എന്താണ്? ഈ വൃത്തികേടുകൾ അവരിൽ നിലനിന്നിരുന്നത് കൊണ്ട്. ഇന്ന് ചില ആളുകൾ സമൂഹത്തിലുള്ള വൃത്തികേടുകൾ പറഞ്ഞാൽ അവർ പറയും, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, ഈ ചില നന്മകളുണ്ട്, നമ്മുടെ നാട്ടുകാർക്ക് അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്, ഇങ്ങനെ ചില സംസ്കാരങ്ങളുണ്ട്. ഇങ്ങനെ ഒറ്റപ്പെട്ട ചില നന്മകൾ ഉണ്ടായതുകൊണ്ട് ഒരു സമൂഹത്തെ നല്ല സമൂഹമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഒരു സമൂഹം നല്ല സമൂഹമാകണമെങ്കിൽ ആ സമൂഹത്തിൽ നന്മകൾ കൂടുതൽ ഉണ്ടായിരിക്കണം, തിന്മകൾ കുറഞ്ഞിരിക്കണം. അപ്പോഴാണ് ആ സമൂഹം നന്മയുടെ സമൂഹമായി മാറുക. നമ്മുടെ ഓരോരുത്തരുടെയും സമൂഹത്തെ വിലയിരുത്താൻ നമ്മളെ ഇത് സഹായിക്കാതിരിക്കുകയില്ല. അതുപോലെ തന്നെ ജാഹിലിയ കാലഘട്ടം നൽകുന്ന പാഠങ്ങളിലൊന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനൊരു സുന്നത്തുണ്ട്. അള്ളാഹുവിന്റെ സുന്നത്ത്, സുന്നത്തുല്ലാഹ് അല്ലതി ലാ തബ്ദീല ലിസുന്നത്തില്ലാഹ്. ഒരു മാറ്റവുമില്ലാത്ത അള്ളാഹുവിന്റെ സുന്നത്ത് അതിതാണ്. എത്രയെല്ലാം ഇരുട്ട് പരന്നാലും, എത്രയെല്ലാം തിന്മകൾ നിറഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊരു അവസാനം നിശ്ചയിക്കും. അള്ളാഹു അതിനൊരു മാറ്റം നിശ്ചയിക്കും.
ഒരിക്കലും പ്രതീക്ഷയില്ലാത്തവരായി നമ്മൾ മാറാൻ പാടില്ല. ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട സമൂഹത്തെ 23 കൊല്ലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിലെ ഏറ്റവും നല്ല സമൂഹമാക്കി. നിങ്ങൾ അതിലെ അത്ഭുതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ലോക ചരിത്രത്തിൽ ഏറ്റവും മോശം സമൂഹം, ആ സമൂഹം 23 കൊല്ലങ്ങൾക്ക് മുൻപാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് 23 കൊല്ലങ്ങൾക്ക് മുൻപ് ലോക ചരിത്രത്തിലെ ഏറ്റവും നല്ല സമൂഹം ഖൈറുൽ ഖുറൂൻ, ഖൈറുൻ നാസ്, അവർ ഈ 23 കൊല്ലങ്ങൾക്കിടയിലാണ്. സുബ്ഹാനല്ലാഹ്, 23 കൊല്ലം. അപ്പോൾ നമ്മുടെ ആരുടെയും പ്രതീക്ഷ നഷ്ടപ്പെടാൻ പാടില്ല. ഈ സമൂഹം ഇനി നന്നാവില്ല എന്ന ചിന്ത ഒരിക്കലും ഒരാളുടെ മനസ്സിൽ വരാൻ പാടില്ല. അള്ളാഹുവിനൊരു സുന്നത്തുണ്ട്, അള്ളാഹുവിനൊരു ചര്യയുണ്ട്. അവനൊരിക്കലും അവസാനിപ്പിച്ചിട്ടില്ലാത്ത, മാറ്റം വരുത്താത്ത ചര്യയാണ്. സമൂഹം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. നന്മയുണ്ടാകും, തിന്മയുണ്ടാകും, എല്ലാത്തിനും മാറ്റമുണ്ടാകും. ഇന്ന മഅൽ ഉസ്രി യുസ്റ, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, അവിടെ അല്ലാഹു തആല 2 തവണ അത് പറഞ്ഞിട്ടുണ്ട്. അറബി ഭാഷാ നിയമം അറിയുന്നവർക്കറിയാം, അവിടെ പ്രയാസം എന്ന പദം 1 തവണയാണ് ഉപയോഗിക്കപ്പെട്ടത് ഭാഷാപരമായി. എന്നാൽ എളുപ്പം എന്ന പദം 2 തവണ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. 2 എളുപ്പം ഒരു പ്രയാസത്തോടൊപ്പമുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ആരോടാകട്ടെ നമുക്ക് പറയാനുള്ളത് ഇതാണ്: എന്തെല്ലാം പ്രയാസങ്ങൾ നാം അനുഭവിക്കുന്നുണ്ടെങ്കിലും, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നാം ഇവിടെ കാണുന്നുണ്ടെങ്കിലും, അള്ളാഹു ഇതിനൊരു മാറ്റം കൊണ്ടുവരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം പരിശ്രമിച്ചാൽ അതിന് ഫലം നൽകും. ഒരു നല്ല സമൂഹത്തെ നമ്മുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇൻഷാ അള്ളാഹ് അടുത്ത ദർസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും അവിടുത്തെ വഹി ലഭിക്കുന്നതിന് മുൻപുള്ള അവിടുത്തെ ജീവിതവുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഭാഗം നിങ്ങൾ ഓർമ്മയിൽ വെക്കുകയും നമ്മുടെ മനസ്സിൽ മറക്കാതെ പഠിക്കുന്ന രൂപത്തിൽ മാറ്റിവെക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അവിടുത്തെ ജീവിതത്തെക്കുറിച്ചും കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.